നമ്മളിന്നൊരു വർക്കിന് വന്നാണ്. വർക്ക് കുളനട മാതാ കാറ്റേഴ്സിൻ്റെ വർക്കാണ്. ഇവിടെ നമ്മുടെ പന്തളത്തിനടുത്ത് കുളനട മാന്തുക പള്ളിയിൽ വെച്ചാണ് വർക്കിനിടയിൽ വെച്ചാണ് ഇവരെ കണ്ടുമുട്ടിയത്. പന്തളം NSS കോളേജിൻ്റെ സ്വന്തം വ്ളോഗർ ജയലക്ഷ്മിയും കൂട്ടുകാരി പാർവതി പ്രകാശും. ഞാൻ പറയാൻ വരുന്നത് ഇവരെക്കുറിച്ചല്ല, ഭക്ഷണത്തെക്കുറിച്ച്. ഇന്നത്തെ വർക്ക് മാന്തുക സെയിൻറ്റ് ജോസഫ് ചർച്ചിൽ വെച്ചായിരുന്നു. കുളനട മാതാ കാറ്റേഴ്സ് ആൻഡ് ഇവൻറ്റിൻ്റെ വർക്കായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ മാതാ കാറ്റേഴ്സിൻ്റെ വർക്കിന് പോകുന്നത്. രാവിലെ ചെന്നപ്പോൾ തന്നെ ഡിലീഷ് കിച്ചു വർക്കിലാണ്. അശ്വതി ചേച്ചിയാണ് ഒരു കാര്യമില്ലാതെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ പൂഴിക്കാടൻ്റെ മകൻ നന്ദുവിന് വെക്കേഷൻ ആയതുകൊണ്ട് അവനും ഇന്ന് വർക്കിന് വന്നിട്ടുണ്ട്. മാതാ കാറ്റേഴ്സിൻ്റെ മെയിൻ മേൽനോട്ടക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ പന്തളം കോളേജിൻ്റെ എല്ലാമായിരുന്ന ഹോമി ഹരി. അങ്ങനെ കുറേ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഫുഡുമായി വണ്ടി വന്നത്. പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം വാഹനത്തിൽ നിന്നും താഴെ ഇറക്കി. നമ്മുടെ പയ്യൻ ഹരിയാണ് ഇന്നത്തെ മെയിൻ. പയ്യൻ എല്ലായിടത്തും ഓടിയെത്തും. അപ്പോഴത്തേക്കും ചേച്ചിമാരെല്ലാം വർക്ക് തുടങ്ങി. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കുറച്ചൊക്കെ ധൃതിയിലായിരുന്നു പണി. സ്നാക്സും ജ്യൂസും ഒക്കെ വേറെ വേറെ കൗണ്ടറുകളിലാണ്. ഹസീന ചേച്ചിയൊക്കെയാണ് ഇന്ന് ജ്യൂസിൽ നിൽക്കുന്നത്. അനുവണ്ണൻ്റെ സെർവിങ് ഒക്കെ ഇന്ന് ബൊഫയിലാണ്. ഇടയ്ക്ക് ഐസ്ക്രീമിൻ്റെ കപ്പ് നിരത്തി വെക്കാൻ വേണ്ടി ഡിലീഷ് കിച്ചുവിനെ സഹായിക്കാൻ ഞാനും പോയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹോമി ഹരി കാറ്ററിങ്ങിൻ്റെ മുതലാളിമാരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. മാതാ കാറ്റേഴ്സിൻ്റെ മുതലാളിമാരും അതിൻ്റെ സ്റ്റാഫുമൊക്കെ എല്ലാവരോടും നല്ല സമീപനമാണ്. ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോഴത്തേക്കും ഓഡിറ്റോറിയത്തിലേക്ക് ആളുകൾ നിറഞ്ഞു. എല്ലാവരും ചേർന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഭക്ഷണം സെർവ് ചെയ്യാൻ പറയുന്ന സമയത്ത് തന്നെ എല്ലാം കൊടുക്കുവാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരും കൂടി. പിന്നീട് എല്ലാവരും ഭക്ഷണത്തിനായുള്ള കാത്തിരിപ്പാണ്. ചേച്ചിമാരും പയ്യന്മാരും എല്ലാവരും സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഒരു കുഞ്ഞു വാവയെ കണ്ടത്. അമ്മയുടെ തോളിലിരുന്ന് ക്യൂട്ട്നെസ് വാരി വിതറുകയാണ്. എല്ലാ കാറ്ററിംഗ് വർക്കിൻ്റെയും ഇടയിൽ കാണും ഇങ്ങനെ സെൽഫി എടുക്കുന്ന ചില ചേച്ചിമാർ. അങ്ങനെ നോക്കിയിരുന്ന് വിളമ്പാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരും ചേർന്ന് വിളമ്പ് തുടങ്ങി. ബിരിയാണി നല്ലതായിരുന്നു. എല്ലാവർക്കും ആവശ്യത്തിന്. ഇന്നത്തെ വർക്കിന് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ്. ഡിലീഷ് കിച്ചു ധൃതി വെച്ച് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. ഒടുവിൽ ഐസ്ക്രീമും കൊടുത്തു. മാതാ കാറ്ററിങ്ങിൻ്റെ വർക്കും അവരുടെ ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ വീണ്ടും നീറ്റായ ഒരു പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോന്നു.